പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 21. പ്രധാന വാർത്തകൾ. ഖരീഫ് സീസണിൽ ദോഫാറിൽ പാരിസ്ഥിതിക നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി പരിസ്ഥിതി വിഭാഗം റിപ്പോർട്ട്. ജബൽ അക്തറിലും പരിശോധനകൾ നടന്നുവരികയാണ്. ഇതുവരെ 32 നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. ഇവയിൽ കൂടുതലും സസ്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഖരീഫ് സീസണിൽ ബന്ധപ്പെട്ടവരിൽ നിന്ന് പരാതികൾ ലഭിച്ചതായും പരിസ്ഥിതി ഉദ്യോഗസ്ഥൻ അറിയിച്ചു. വന്യജീവികളുടെയും വിശാലമായ പരിസ്ഥിതിയുടെയും സംരക്ഷണമാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ചും ഖരീഫിൽ സന്ദർശകരുടെയും വിനോദസഞ്ചാരികളുടെയും തിരക്കിന്റെയും വർധനവ് കണക്കിലെടുത്ത് പരിസ്ഥിതിക്കും ദോഫാറിന്റെ പച്ചപ്പിനും ഹാനികരമായ രീതികളും പെരുമാറ്റങ്ങളും കുറയ്ക്കുകയാണ് ലക്ഷ്യം. ഇത്തവണ ഖരീഫ് സീസണിൽ സന്ദർശകരുടെ എണ്ണം 10 ലക്ഷത്തിലെത്തിക്കാൻ സഹായിച്ച ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രമങ്ങളെ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പ്രശംസിച്ചു. സലാലയിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സുൽത്താൻ പ്രത്യേകം അഭിനന്ദനം അറിയിച്ചത്. ഗവർണറേറ്റിൽ നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധ ചെലുത്തി. ഇത് ഈ വർഷത്തെ ഖരീഫ് സീസണിന്റെ വിജയത്തിന് കാരണവുമായി. വിനോദസഞ്ചാരികളുടെ അഭിലാഷങ്ങൾ പഠിക്കുന്നത് തുടരേണ്ടതിന്റെയും വരാനിരിക്കുന്ന സീസണുകളിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവ് ഉറപ്പാക്കുന്നതിനായി നടപ്പാക്കേണ്ട പരിപാടികളുടെയും സേവനങ്ങളും വികസിപ്പിക്കേണ്ടതിൻ്റെയും പ്രാധാന്യവും സുൽത്താൻ അടിവരയിട്ട് പറഞ്ഞു. 10 ലക്ഷത്തിൽ പരം സഞ്ചാരികൾ ഇതിനോടകം ദോഫാറിലെത്തിയതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8.7% സന്ദർശകർ ജൂൺ 21-നും ആഗസ്റ്റ് 31-നും ഇടയിൽ സലാലയിലെത്തി. മുസന്തം വിന്റർ ഫെസ്റ്റിവൽ പ്രഖ്യാപിച്ചു. മുസന്തം ഗവർണറേറ്റിന് കീഴിൽ ഈ വർഷം നവംബറിൽ തുടക്കം കുറിക്കുന്ന ഫെസ്റ്റിവൽ അനുബന്ധ പരിപാടികൾ അടുത്ത വർഷം ഏപ്രിൽ വരെ തുടരും. മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ വിശാലമായാണ് ഫെസ്റ്റിവൽ അരങ്ങേറുകയെന്ന് അധികൃതർ വ്യക്തമാക്കി. മുസന്തമിന്റെ പൈതൃകത്തിനും വിനോദസഞ്ചാര സാധ്യതകൾക്കും കൂടുതൽ പ്രചാരം നൽകും. ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ഫെസ്റ്റിവലുമായി സഹകരിക്കുന്നുണ്ട്. റൂവി മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായി ഡോക്ടർ മുജീബ് അഹമ്മദിനെ തെരഞ്ഞെടുത്തു. RMA പ്രസിഡന്റ് ഫൈസൽ ആലുവ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് KR, നീതു ജിതിൻ, ആഷിഖ്, ബിൻസി സിജോ, ഷാജഹാൻ, ഷൈജു, സുജിത് സുഗുണൻ, AB എന്നിവർ സംസാരിച്ചു. വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റൂവി മലയാളി അസോസിയേഷനും ഒമാൻ മമ്മൂട്ടി ഫാൻസും സംയുക്തമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. 39,260 രൂപയാണ് കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൃത്യമായി അർഹരുടെ കൈകളിലെത്താൻ വേണ്ട നടപടികൾ സർക്കാർ ചെയ്യണമെന്ന് RMA പ്രസിഡന്റ് ഫൈസൽ ആലുവ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനറൽ സെക്രട്ടറി ഡോക്ടർ മുജീബ് അഹമ്മദ് സ്വാഗതം പറഞ്ഞു. ട്രഷറർ സന്തോഷ് KR ഫണ്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മോസ്കോയിൽ നടന്ന OTIDA YKH ഇന്റർനാഷണൽ ട്രാവൽ എക്സിബിഷനിൽ ഒമാൻ പവലിയൻ 1ാം സ്ഥാനം സ്വന്തമാക്കി. ആഗോള ടൂറിസം വ്യവസായത്തെ ഒരുമിപ്പിച്ച പ്രദർശനം സെപ്റ്റംബർ 17 മുതൽ 19 വരെ മോസ്കോയിലെ എക്സ്പോ സെന്റർ ഫെയർ ഗ്രൗണ്ടിലായിരുന്നു നടന്നത്. സവിശേഷമായ ടൂറിസം ഓഫറുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള സുൽത്താനേറ്റിന്റെ സമർപ്പിത ശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു പുരസ്കാരം. OTIDA YKH ഇന്റർനാഷണൽ ട്രാവൽ എക്സിബിഷൻ റഷ്യയിലെയും CISലെയും ഏറ്റവും വലിയ ടൂറിസം പരിപാടിയാണ്. വ്യവസായ പ്രമുഖർക്ക് അന്താരാഷ്ട്ര ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനും പുതിയ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കാനും പര്യവേക്ഷണം ചെയ്യാനും ഇത് വേദിയാകാറുണ്ട്. സിസ്റ്റം നവീകരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ എംബസി പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. സെപ്റ്റംബർ 23 തിങ്കളാഴ്ച 6 മണിവരെ സേവനങ്ങൾ ലഭിക്കില്ലെന്ന് എംബസി അറിയിച്ചു. എന്നാൽ BLS സെന്ററിലെ കോൺസുലാർ വിസ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്നും മസ്കത്ത് ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. പ്രവാസി സംരംഭകർക്കായി നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ സേവനം റെസിഡന്റ് വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി നിക്ഷേപകർക്കും സംരംഭകർക്കും നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കും കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനുമായുള്ള എല്ലാ സഹായങ്ങളും ഉപദേശവും ഇതുവഴി ലഭ്യമാകുമെന്ന് P. രാമകൃഷ്ണൻ പറഞ്ഞു. ബിസിനസ് ആശയത്തെ യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള സാങ്കേതിക സഹായങ്ങളും വായ്പാ സാധ്യതകൾക്കായുള്ള പിന്തുണയും ലഭ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ NBC ലോഗോ നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി പ്രകാശനം ചെയ്തു.
ഖരീഫ് കാലത്തെ അവസാന നാളുകളിൽ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം സംഘടിപ്പിച്ച മർഹബ ദോഫാർ ക്യാമ്പയിൻ സമാപിച്ചു. ഈ മാസം 15-ന് തുടക്കം കുറിച്ച ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ 19 വരെ ദോഫാർ ഗവർണറേറ്റിൽ വിപുലമായ പരിപാടികളോടെ തുടർന്നു. സൗദി അറേബ്യയുമായി സഹകരിച്ചാണ് മർഹബ ദോഫാർ ഒരുക്കിയത്. സ്വകാര്യ മേഖലയും പങ്കാളികളായി. സൗദിയിൽ നിന്നുള്ള 40 ടൂറിസം കമ്പനികളും 13 മാധ്യമ സ്ഥാപനങ്ങളും മർഹബ ദോഫാർ ക്യാമ്പയിന്റെ ഭാഗമായെന്ന് അധികൃതർ അറിയിച്ചു. അൽ ഹക്കീം ഇന്റർനാഷണലിന്റെ സംരംഭമായ കെയർ 24 പുനരധിവാസ കേന്ദ്രം മസ്കത്ത് ഗാലയിൽ സെപ്റ്റംബർ 24-ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഒമാനിലെ വിവിധ കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കും. ഒമാനിൽ ഗുണമേന്മയുള്ള പുനരധിവാസ സേവനങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സവിശേഷ രോഗി പരിചരണത്തിനുള്ള മാനദണ്ഡമൊരുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും കെയർ 24ന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ VM.A. ഹക്കീം പറഞ്ഞു. ഫിഫ റാങ്കിങ്ങിൽ ഒമാൻ താഴേക്ക്. സെപ്റ്റംബർ 19-ന് പുറത്തുവിട്ട പട്ടിക പ്രകാരം 2 സ്ഥാനങ്ങൾ താഴ്ന്ന് 78-ാം റാങ്കിലാണ് ചെമ്പട. 1307 പോയിന്റാണ് ആകെ പോയിന്റുള്ളത്. കഴിഞ്ഞ മാസം ഇത് 1326 ആയിരുന്നു. 16 പോയിന്റ് താഴ്ന്നു. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നേരിട്ട തുടർ തോൽവികളാണ് ഒമാന്റെ റാങ്കിംഗ് ഇടിച്ചത്. ടീമിന്റെ തുടർ തോൽവികളുടെ പശ്ചാത്തലത്തിൽ ഒമാൻ ഫുട്ബോൾ ടീം പരിശീലകൻ സിൽഹവിയെ കഴിഞ്ഞ ദിവസം പുറത്താക്കുകയും പുതിയ കോച്ചായി ഒമാന്റെ മുൻ പരിശീലകൻ റഷീദ് ജാബിറിനെ നിയമിക്കുകയും ചെയ്തിരുന്നു. മുഖ്യ പരിശീലന സ്ഥാനം ഏറ്റെടുത്തിട്ട് 7 മാസം തികയുന്നതിനിടയ്ക്കാണ് കോച്ചിന്റെ പടിയിറക്കമെന്നതും ശ്രദ്ധേയമാണ്. പരസ്പര സമ്മതത്തോടെയാണ് കരാർ അവസാനിപ്പിച്ചതെന്ന് ഫുട്ബോൾ അസോസിയേഷൻ എക്സിൽ അറിയിച്ചു. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇനി 8 മത്സരങ്ങളാണ് ഒമാന് ബാക്കിയുള്ളത്. ഇതിൽ 5 എണ്ണമെങ്കിലും ജയിച്ചാലേ ഈ ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് യോഗ്യത നേടാൻ സാധിക്കുകയുള്ളൂ. ആദ്യഘട്ട മത്സരങ്ങളിലെ ഒമാന്റെ അടുത്ത കളികൾ ഒക്ടോബർ 10-ന് മസ്കത്തിൽ വെച്ചാണ്. ഒമാനിലെ പ്രവാസ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്ന മലയാളം മിഷൻ സൂർ മേഖലാ കമ്മിറ്റി അംഗവും സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ അഭിലാഷ് നായർക്ക് സൂർ മേഖലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. സൂർ മേഖലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാഫി യാത്രയയപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആശംസ അർപ്പിച്ചുകൊണ്ട് മേഖലാ കമ്മിറ്റി അംഗങ്ങളായ എല്ലാവരും സംസാരിച്ചു. ഡോക്ടർ അഭിലാഷിന് സൂർ മേഖലയുടെ സ്നേഹോപഹാരവും നൽകി. മലയാളം മിഷൻ ഒമാൻ സൂർ മേഖലാ കോർഡിനേറ്റർ അജിത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രവർത്തന സമിതി അംഗവും മേഖലാ കമ്മിറ്റി അംഗവുമായ സൈനുദ്ദീൻ കൊടുവള്ളി അധ്യക്ഷത വഹിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.